യെസ്, അപ്പോൾ പ്രേക്ഷകരെ, ഇപ്പോൾ ഇന്ന് രാജ്യം ഇന്ന് 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ദില്ലിയിലെ കർത്തവ്യപഥിൽ പരേഡിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. രാവിലെ 10:30-ക്കാണ് മാർച്ച് പാസ്റ്റ് ആരംഭിക്കുക, അല്ലേ? ഇപ്പോൾ ഡൽഹി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയാണ് ഇത്തവണത്തെ മുഖ്യാതിഥി. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ജോയ്സ് ഡാനിയൽ ചേരുന്നു. ജോയ്സ് ഡാനിയൽ, ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പായിരിക്കുമല്ലോ അല്ലേ ഇപ്പോൾ ദില്ലിയിലൊക്കെ? എന്തായി ഒരുക്കങ്ങളെല്ലാം? വളരെ ആര്യ ആൻഡ് വെങ്കടേഷ്, ഗുഡ് മോർണിംഗ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നല്ല തണുപ്പ് ഇപ്പൊ ദില്ലിയിലുണ്ട്. ഇന്നിപ്പോൾ 8 ഡിഗ്രിയിലേക്ക് പോകും എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അതൊരിക്കലും ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷത്തെ കുറയ്ക്കുന്നില്ല. അത് ഊർജ്ജമായി മാറുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് വേണ്ടി രാജ്യതലസ്ഥാനം അതിന്റെ പ്രൗഢഗംഭീരമായ പരേഡുകൾക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇന്ന് 10:00-ഓടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെയാണ് ഈ ഒരു പരേഡിനും മറ്റ് ചടങ്ങുകൾക്കും തുടക്കമാകുന്നത്. ഒപ്പം 6 കുതിരകളെ കെട്ടിയ ഒരു പ്രത്യേക വാഹനത്തിൽ കർത്തവ്യപഥിലേക്ക് എത്തുന്ന രാഷ്ട്രപതിയെ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ചേർന്ന് സ്വീകരിക്കുന്നുണ്ട്. 10:30-ഓടുകൂടി പരേഡ് ആരംഭിക്കുന്നു. ഇത്തവണ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയാണ് മുഖ്യാതിഥിയായി ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളിൽ നിരക്കുന്ന 5000 ആദിവാസികൾ അണിനിരക്കുന്ന കലാരൂപങ്ങളും ഈ ഒരു പരേഡിൽ അണിനിരക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ മുഖ്യാതിഥികൾക്ക് പുറമെ 34 വിഭാഗങ്ങളിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലുള്ളവരും ഈ ഒരു പരേഡിൽ പങ്കെടുക്കാൻ, പരേഡ് കാണാൻ വേണ്ടി എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി നിലവിലുണ്ട്. ഏതായാലും ഏറ്റവും ഒടുവിൽ 47 വിമാനങ്ങളുടെ അകമ്പടിയോട് നടക്കുന്ന ഫ്ലൈ പാസ്റ്റ് ചടങ്ങിലൂടെയാണ് ഈ ഒരു രാജ്യം പരേഡ് ഏറ്റവും ഒടുവിൽ അവസാനിക്കുക. അങ്ങനെ പ്രൗഢഗംഭീരമായ, നമ്മുടെ രാജ്യത്തിന്റെ ശക്തി വിളിച്ചു പോകുന്ന ഒരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ ഈ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഒരു വലിയ സുരക്ഷയിലൂടെയാണ് ഇപ്പോൾ തലസ്ഥാനം മുന്നോട്ട് പോകുന്നതുകൂടി പറയേണ്ടി വരും. പ്രത്യേകിച്ചും ദില്ലിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ 6 നിര സുരക്ഷകളാണ്. അതുകൊണ്ട് എല്ലാ തലത്തിലേക്കും പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾ ഉൾപ്പെടെ ചെക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അത്രയും ശക്തമേറിയ ഒരു സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ ഇവിടെ ദില്ലിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ ക്ഷണിക്കപ്പെട്ടിരുന്ന അതിഥികൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന്റെ വിഭാഗത്തുള്ള 34 വിഭാഗത്തിലുള്ള ആളുകളെയാണ് ക്ഷണിച്ചത്. അതിൽ ആശാ വർക്കർമാരും അംഗൻവാടി തൊഴിലാളികളും അടക്കമുള്ള നമ്മുടെ താഴെത്തട്ടിലുള്ള ആളുകളെ വരെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരെ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന്റെ ശക്തി എന്താണെന്ന് ഇന്തോനേഷ്യൻ കരസേനയിലെ സൈനികരും പരേഡിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയില്ലേ? തീർച്ചയായും അവരുടെ ഒരു സാന്നിധ്യം കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇന്തോനേഷ്യൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ സംഘവും വരുന്നു. ഒപ്പം തന്നെ അവരുടെ സംഘത്തിന്റെ അവരുടെ സൈനിക ശക്തി കൂടി നമ്മളെ കാണിക്കാനുള്ള ശ്രമങ്ങൾ അതുകൂടി നടക്കുന്നുണ്ട് ഇതിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പ്രൗഢഗംഭീരമായ ചടങ്ങ് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ടാബ്ലോ അടക്കമുള്ള ദൃശ്യങ്ങളും ടാബ്ലോ അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് കർത്തവ്യപഥിലൂടെ നീങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വർണ്ണ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു റിപ്പബ്ലിക് ദിനമായിരിക്കും ഇന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല.